ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചോ ഇല്ലയോ എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. അതിന് കാരണം ഇതാണ്. ഇപ്പോഴും കനത്ത തിരിച്ചടി ഭീകരർക്ക് ലഭിക്കുന്നുണ്ട്. എവിടെ നിന്നല്ലേ? കാശ്മീർ മേഖലയിലാണ് പ്രധാനമായി. ഓരോ ഭീകര താവളങ്ങളെയും അവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഓരോ ഇടത്തും ചെന്ന് സൈന്യം കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കഴിഞ്ഞ 48 മണിക്കൂറിൽ നമുക്ക് കിട്ടി. ഇന്നലെ മാത്രം കശ്മീരിൽ 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷനുകൾക്ക് ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ കെല്ലർ, നാദർ തുടങ്ങിയ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ അപ്പോൾ അവസാനിച്ചോ ഇല്ലയോ എന്നല്ലേ മറ്റൊരു ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ജാഗ്രത ഇപ്പോഴും നമ്മുടെ അതിർത്തിയിൽ തുടരുന്നുണ്ട്. സൈന്യം ജാഗരൂകരാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ സൈന്യത്തിലെ ഓരോ സേനാംഗങ്ങളും പുലർത്തുന്നുണ്ട്. അത് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു ആക്രമണത്തെയും ഇന്ത്യ വെറുതെ വിടില്ല. അത്രയ്ക്ക് സൈന്യം ജാഗ്രതയിരിക്കുകയും ഏത് നേരത്ത് വന്നാലും അതിന് കനത്ത മറുപടി കൊടുക്കാൻ തക്കതായ സൗകര്യങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കശ്മീരിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. കഴിഞ്ഞ 48 മണിക്കൂറിനിടയ്ക്ക് 6 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഇന്നലെ മാത്രം 3 ഭീകരർ. കൃത്യമായി പറഞ്ഞാൽ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളിലെ ഭീകരരെയാണ് സൈന്യം വധിച്ചത്. കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഒളിച്ചിരിക്കുന്ന ഓരോ പ്രദേശവും വളഞ്ഞ് ആ പ്രദേശത്ത് കൃത്യമായ സമയവും സ്ഥലവും എല്ലാം തീരുമാനിച്ച് സൈന്യം കയറിയടിച്ചു. ഒളിച്ചിരുന്ന പ്രദേശങ്ങൾ, വനമേഖലകൾ, വീടുകൾ ഇവയെല്ലാം സൈന്യം ലക്ഷ്യം വെച്ചു. ഒരു സ്ഥലത്ത് പോലും വീഴ്ച വരാതെ സൈന്യം ഈ പറഞ്ഞ ഭീകരരെയെല്ലാം വധിച്ചു. 20 ലക്ഷത്തോളം തലയ്ക്ക് വിലയിട്ടിരുന്ന ഭീകരരും ഇക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആരെയൊക്കെയാണ് സൈന്യം വധിച്ചത് എന്ന് നോക്കാം. ലഷ്കർ കമാൻഡർ ഷാഹിദ് ഗുട്ടെ, അദ്നാൻ ഷാഫി, മറ്റൊരാൾ എന്നിവരെയാണ്. മൂന്നാമത്തെ ആളുടെ പേര് ലഭ്യമായിട്ടില്ല. ലഷ്കർ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറാണ് ഷാഹിദ് ഗുട്ടെ. ഷോപ്പിയാനിലെ ചോട്ടിപ്പോര, ഹിർപോര പ്രദേശത്തെ താമസക്കാരനായ കുട്ടെ 2003 ഭീകര സംഘടനയിൽ ചേരുന്നത്. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പേര് നമുക്ക് ഇപ്പോൾ സുപരിചിതമാണ്. എങ്ങനെയെന്നല്ലേ? ഈ കുപ്രസിദ്ധമായ സംഘടന പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയതോടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവർ ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ. കശ്മീരിൽ 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതോടുകൂടിയാണ് ഈ സംഘടനയ്ക്ക് ലഷ്കർ ഇ തോയ്ബ രൂപം നൽകുന്നത്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു 370 റദ്ദ് ചെയ്യപ്പെടുന്നതോടുകൂടി കാശ്മീരികളല്ലാതാവും. കാശ്മീരികൾ മാത്രമായിരുന്നവർ അതല്ലാതാകും എന്നതാണ് അതിലെ വ്യക്തമായ കാര്യം. അവർ പൂർണ്ണമായി ഇന്ത്യക്കാരാകും. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനൊപ്പം അവർ നിൽക്കും. അവർക്ക് ഇന്ത്യയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അതെല്ലാം അതിനേക്കാൾ ഭംഗിയായി, സുന്ദരമായി അവിടെ ലഭിക്കുന്നു. ഭീകരവാദം ഇല്ലാതായി, സൈന്യത്തിന് നേരെയുള്ള കല്ലേറില്ലാതായി, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും അവസാനിച്ച് കശ്മീരിലെ ജനങ്ങൾ സ്വതന്ത്രവും സ്വസ്ഥവും സമാധാനപരവുമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്നപ്പോഴാണ് ഭീകരർക്ക് ഇതിനെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം, അതിനു വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന അതിനുവേണ്ടി മാത്രം രൂപീകൃതമായതാണ്. കശ്മീരികളെ ഭിന്നിപ്പിക്കുക, ഇന്ത്യയിൽ നിന്ന് ഭിന്നിപ്പിക്കുക, മതപരമായി രണ്ടാക്കുക, അവരുടെ ഉള്ളിലെ കശ്മീരിൻ്റെ വീര്യവും സൗന്ദര്യവും എല്ലാം നശിപ്പിച്ച് വെറും ഭീകരരാക്കി ചിത്രീകരിക്കുക എന്നതായിരുന്നു റെസിസ്റ്റന്റ് ഫ്രണ്ടിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പഹൽഗാമിൽ മതം ചോദിച്ച് വെടിവെച്ചു കൊല്ലുന്നത്. അമുസ്ലിങ്ങളായവരെ കൊല്ലുക എന്ന ലക്ഷ്യം. എന്നിട്ട് പറഞ്ഞു പോയി മോദിയോട് പറയുമെന്ന്. ആ നിമിഷം തുടങ്ങിയ സിന്ദൂർ എന്ന ആക്രമണത്തിന്റെ ആരംഭത്തെ പറ്റി അവർ അറിഞ്ഞിട്ടില്ല. ഉദയസൂര്യനായി ഉദിച്ചുയർന്ന ആ സിന്ദൂരം ഇന്ന് ഓരോ ഭീകരന്റെയും ചോര കൊണ്ട് തിലകം അണിയിക്കുകയാണ് ഇന്ത്യ. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സിന്ദൂർ എന്ന ആക്രമണം, എന്ന പ്രതിരോധം, എന്ന ഇന്ത്യയുടെ അഭിമാനം അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് ഭീകരർ ഒരുപാടാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ കെല്ലർ ദൗത്യം ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന കമാൻഡറെ അതൊക്കെ വധിക്കാൻ കാരണമെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ട് ഈ മേഖലയിൽ എവിടെയൊക്കെയാണ് ഭീകരർ ഉള്ളത് എന്നുള്ളത്.
നമ്മളുടെ എല്ലാ ഉപഗ്രഹ ചിത്രങ്ങൾ, പല സംവിധാനങ്ങൾ, ഇൻ്റർനെറ്റിലൂടെയെല്ലാം വരുന്ന വിവരങ്ങൾ, ഇങ്ങനെ അവിടെ നിന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഭീകരരെ ലൊക്കേറ്റ് ചെയ്യുന്നു. മിലിറ്ററി ഇൻ്റലിജൻസ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഓരോ ഭീകരരുടെയും ഒളിത്താവളങ്ങളടക്കം കണ്ടെത്തുന്നു, ആയുധശേഖരങ്ങൾ കണ്ടെത്തുന്നു. ഓപ്പറേഷൻ നാദർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു വ്യാഴാഴ്ച തെരച്ചിൽ. കെല്ലർ ദൗത്യത്തിൽ 3 പേരെ കൊല്ലുന്നു, നാദർ ദൗത്യത്തിൽ 3 പേരെ കൊല്ലുന്നു. തെരച്ചിൽ തുടങ്ങിയതോടുകൂടി തന്നെ സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. നമുക്കറിയാം, കാശ്മീരിൻ്റെ ഭൂരിഭാഗം വരുന്ന വനമേഖലകളിലും ഭീകര ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ദുർഘടമായ ഭൂപ്രകൃതിയുള്ള പ്രദേശത്തേക്ക് കടന്നു ചെല്ലുക ബുദ്ധിമുട്ടാണ്. കാരണം വന്യമൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെങ്കുത്തായ പ്രദേശങ്ങളുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവിടെയും നമ്മുടെ സൈന്യം എത്തുകയും കൃത്യമായി ഭീകരരെ തിരഞ്ഞു പിടിക്കുകയും ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. സൈന്യം കൃത്യമായി തിരിച്ചടിച്ചു. ദീർഘനേരം നടത്തിയ ഏറ്റുമുട്ടലിനൊടുവിലാണ് 3 പേരെയും വധിച്ചത്. ഇതിൽ ആസിഫ് ഷെയ്ബ് പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. AK സീരീസ് റൈഫിളുകൾ, 12 മാഗസീനുകൾ, 3 ഗ്രനേഡുകൾ, മറ്റായുധങ്ങൾ ഇവയെല്ലാം ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെയും ഷാഹിദ് കുട്ടയുടെയും വീടുകൾ സ്ഫോടനത്തിൽ തകർത്തിരുന്നു. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ആദിൽ തോക്കർ, അലി ഭായ്, ഷാഹിബ് മൂസ എന്നിവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭീകരരുടെയും തല എണ്ണി സൈന്യം കാത്തിരിക്കുകയാണ്. നിന്റെയൊക്കെ തലയിൽ കയറാനുള്ള ബുള്ളറ്റുകൾ ഇന്ത്യൻ സൈന്യം സിന്ദൂരം തൊട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഭീകരർക്ക് കൊടുക്കാൻ കഴിയുന്ന സന്ദേശം. ഇതിനെല്ലാം പിന്നിൽ നമ്മുടെ ടെക്നോളജിയുടെ വലിയ വളർച്ച വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നു. യന്ത്രസഹായത്തോടു കൂടിയുള്ള റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടെല്ലാം ഇതിനെതിരെ, ഭീകരവാദത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. അവിടെ പുതിയൊരു ചുവടുവയ്പുമായിട്ട് ISRO എത്തുകയാണ്. അതായത് മേഘങ്ങളടക്കം മൂടിക്കെട്ടിയ കാലാവസ്ഥയിലും കൃത്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിർത്തി മേഖലകളെ നിയന്ത്രിക്കുന്നതിനായിട്ട് റിസാറ്റ്-1B എന്ന ഉപഗ്രഹം കൂടി ഇന്ത്യ വിക്ഷേപിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തി മേഖലകളെ കാക്കാൻ അവിടെ ഇനി ഒരു ഭീകരനും നുഴഞ്ഞു കയറാനാകാത്തവണ്ണം, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായുള്ള മുഴുവൻ വിവരങ്ങളും ചിത്രങ്ങളുമെല്ലാം നമ്മൾ കണ്ടത് ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ്. റഡാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി ഓരോ കടന്നു വരുന്ന ഭീകരരുടെ റോക്കറ്റുകളെയും മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം നിരീക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. അതിനെല്ലാം നമ്മുടെ ടെക്നോളജികൾ ഉപയോഗപ്പെട്ടു. ഇപ്പോൾ റിസാറ്റ്-1B ഉടനെ ആകാശത്തേക്ക് ഉയരും. അതോടുകൂടി അതിർത്തി മേഖലകൾ ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലായിരിക്കും. അവിടേക്ക് കടന്നു വന്നാൽ ഒരില വീണാൽ പോലും സൈന്യം അറിയുമെന്ന അവസ്ഥയിലേക്ക് കശ്മീരിൻ്റെ അതിർത്തികൾ മാറും. അത് പാകിസ്ഥാന് മാത്രമല്ല, ചൈനയ്ക്ക് കൂടി വലിയ തിരിച്ചടി നൽകും. കാരണം ആ മേഖലയിൽ എന്ത് സൈനിക വിന്യാസമുണ്ടായാലും നീക്കമുണ്ടായാലും അതുവഴി ഇനി ഏതെങ്കിലും ഭീകരർ കടന്നു വന്നാൽ കൂടി കൃത്യമായ വിവരങ്ങൾ ഇന്ത്യക്ക് അറിയാൻ കഴിയും. ആ മേഖലകളെല്ലാം തന്നെ റിസാറ്റ്-1Bയുടെ കണ്ണുകൾ തുറക്കുന്നതോടുകൂടി സൈന്യത്തിൻ്റെ പൂർണ്ണ നിരീക്ഷണത്തിലാകും. ഇനി ഭീകരർക്ക് രക്ഷയില്ല. ഓപ്പറേഷൻ നാദറും കെല്ലറുമെല്ലാം തന്നെ സിന്ദൂറിൻ്റെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. കാശ്മീർ ശാന്തമാകും, ഇന്ത്യ സുരക്ഷിതമാകും. സൈന്യം എന്നും അവിടെ കണ്ണു തുറന്ന് കാത്തിരിപ്പുണ്ട് നമുക്ക് വേണ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.